ആദ്യമായിട്ട് ഈ കോട്ട് തരുമ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഈ സാരിക്ക് ഒട്ടും ചേരുന്നില്ലേ കോട്ട്, വേണ്ട വേണ്ട വേണ്ടത്. അപ്പൊ ഗ്രേസ് പറഞ്ഞു, അയ്യോ കോട്ട് വേണ്ട, കോട്ട് ഇടുന്ന പോലത്തെ ഡ്രസ്സല്ല ഞാൻ ഇട്ടിരിക്കുന്നത്. ഗ്രേസ് ശരിക്കും ഇത് കോട്ടിടുന്നതുകൊണ്ട് ഈ പബ്ലിസിറ്റിക്ക് ഇതിന് തന്നെ വന്നത്. നമ്മളോട് പറഞ്ഞതാ, മറ്റേ പ്രൊമോഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും വിളിക്കരുത്. ഞാൻ മാത്രമാണ് കുറച്ചുകൂടെ എക്സ്ട്രാ ഡീസന്റ്. ഇപ്പൊ ഗ്രേസ് ഒക്കെ ഇട്ടേക്കുന്നുണ്ടല്ലോ. പിന്നെ ആകെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ സുരാജേട്ടനെ വെച്ചിട്ടാണ് നമ്മളൊരു വലിയ റിസ്ക് എടുക്കുന്നത് എന്നുള്ളൊരു സംഭവമുള്ളൂ. ഞാൻ പിള്ളേരെ സ്കൂളിൽ വിടാൻ സമയത്ത് അങ്ങേരടാ അങ്ങനെ, പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരും എന്ന് ആ വ്യവസ്ഥയല്ല. 4 പ്രൊഡക്ഷൻ കമ്പനിയിൽ ഇവൻ കണക്ക് കൂട്ടി തുടങ്ങിയിരുന്നെങ്കിൽ പഴയ റബ്ബർ തന്നെയൊക്കെ തിരിച്ചു പോകേണ്ടി വന്നേനെ. മാർക്കോയ്ക്ക് അങ്ങനെ ഒരു റേറ്റിംഗ് ഉള്ള സ്ഥിതിക്ക് മോർണിംഗ് ഷോ കണ്ടിട്ട് നമുക്കൊരു മാറ്റിനി പോലെ കിട്ടിയാലും മതി, അങ്ങനെ തോന്നിയത്. പിന്നെ ആകെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ സുരാജേട്ടനെ വെച്ചിട്ടാണ് നമ്മളൊരു വലിയ റിസ്ക് എടുക്കുന്നത് എന്നുള്ളൊരു സംഭവമുള്ളൂ. അത് ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കാം. ബാക്കിയെല്ലാം കയ്യിൽ നിന്ന് പൈസ പോയിട്ടുണ്ട്. അല്ലല്ല, ഈ സിനിമയുടെ ഒരു കണ്ടന്റ്, ഒരു മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് എല്ലാ ലാംഗ്വേജിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ കാന്താര എന്ന് പറയുന്ന സിനിമ ഞാൻ പറഞ്ഞു, ഇവിടെ നമ്മൾ ആദ്യം 4 സ്ക്രീനിൽ മാത്രമേ ഉള്ളൂ റിലീസ് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് 150ആയി, 250ആയി, 350ആയി. ഇവിടെ ഒരു വലിയ ഷെയർ വന്ന ഒരു സിനിമയായി, ഗ്ലോബലി അതൊരു വലിയ ഷെയർ വന്ന സിനിമയായി മാറി. അപ്പം അതൊക്കെ പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ സിനിമകൾ നമുക്ക് അറിയാൻ പറ്റൂല്ലോ. സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത്. അപ്പം എല്ലാ സിനിമകളും നമ്മളിങ്ങനെ സിനിമകൾ നിർമ്മിക്കുമ്പോൾ നമ്മുടെ അതിൻ്റെ ഒരു ഭാഗമാണ് പ്രൊമോഷൻ കൊടുക്കുക, അതിൻ്റെ ഇന്റർവ്യൂസ് കൊടുക്കുക എന്നുള്ളത്. അപ്പം 1000 ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മുടെ രീതിയിൽ നമ്മുടെ മനസ്സിൽ എന്താണോ അപ്പോൾ ആ ഒരു ഉത്തരവായിട്ട് വരുന്നത് അത് നമ്മൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മളോട് അങ്ങനെ ചോദിച്ചു, നമ്മൾ നമ്മുടെ പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. എന്തായാലും 100 കോടി 200 കോടി മിനിമം പഠിക്കുന്ന ഒരാൾ കൂടി ഉണ്ടല്ലോ അല്ലെ നമ്മുടെ ഒപ്പം. ഫസ്റ്റ് ഷോയ്ക്ക് കണ്ടിട്ട് ഇത് സെക്കൻഡ് ഷോയ്ക്ക് കണ്ടാലും മതി, അങ്ങനെയുള്ളപ്പം മാർക്കോയ്ക്ക് അങ്ങനെ ഒരു റേറ്റിംഗ് ഉള്ള സ്ഥിതിക്ക് മോർണിംഗ് ഷോ കണ്ടിട്ട് നമുക്കൊരു മാറ്റിനി പോലെ കിട്ടിയാലും മതി. അതെ, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ സൈക്കോ അല്ല, സൈക്കോ എന്ന് പറയണ്ട എന്ന് പറയുമ്പോഴും സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത് പല പ്രേക്ഷകർക്ക് പല രീതിക്കായിരിക്കുമല്ലോ. പക്ഷെ എനിക്ക് ഈ സിനിമ ഇപ്പൊ എവിടെ കുറെ നേരം ട്രെയിലർ കണ്ടു. നിങ്ങൾ വരാൻ താമസിച്ചപ്പോൾ അത് തന്നെ ഇട്ട് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണ്. വൈകിയപ്പോഴേ കണ്ടു ആ കസേര എടുത്ത് അടിക്കുന്ന ഒരു സീനുണ്ടോ, അത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്. ഇത്തരം സീനുകൾ ചെയ്യുമ്പോൾ ആ ഡയറക്ടർ പറയുന്ന സീൻ ചെയ്യുന്നു എന്നുള്ള അത്തരം സീനുകൾ ചെയ്യുമ്പോൾ സുരാജേട്ടന് മനസ്സിൽ തോന്നി എന്തായാലും ആ ഒരു സീൻ ചെയ്യുന്ന സമയത്ത് ആ ക്യാരക്ടറായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. പരമാവധി ആ ക്യാരക്ടറായിട്ട് നിൽക്കാനായിട്ട് ശ്രമം നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഈ സിനിമയിൽ എത്ര അഴിഞ്ഞാട്ടം ഉണ്ടാവും? സിനിമയിൽ ഉടനീളം അഴിഞ്ഞാട്ടമാണ് എല്ലാ സീനും. അതായത് ഈ സിനിമ ഒരു നിങ്ങളെ ഒരു 2 മണിക്കൂർ ഫുൾ എൻഗേജിലായിരിക്കും. നിങ്ങൾ കണ്ടുകൊണ്ട് നല്ല എൻഗേജിലായിട്ടുള്ള മുഹൂർത്തങ്ങൾ അതിനകത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. എൻഗേജിങ് ആയിരിക്കുക എന്നുള്ളതാണത്. അത് നിങ്ങൾ 2 മണിക്കൂർ ഉറപ്പായിട്ട് എൻഗേജ് ചെയ്യും. സുരാജേട്ടനാണെങ്കിലും ശരി, ലിസ്റ്റിനോട് എല്ലാ ഇന്റർവ്യൂവിലും പറയുന്നത് ഈ സിനിമ വളരെയധികം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഉറപ്പ് തന്നെ തരുക. നിങ്ങൾ ഇങ്ങനെ ഇത്രയും ഉറപ്പ് തന്ന ഒരു സിനിമ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. ഞാൻ സുരാജേട്ടനെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. അത്രയും ഉറപ്പ് അങ്ങനെയല്ല. ഇപ്പൊ ഹൈദർ അലിയുടെ ഇന്റർവ്യൂ, ഹൈദർ അലിയുടെ പെരുമാറ്റങ്ങൾ, ചോദ്യമൊക്കെ കാണുമ്പോൾ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഇത് കാണുന്നവർക്ക് തോന്നി ഇവർക്ക് ഒരു ഇടി കൊടുക്കാതെ രക്ഷയില്ലാന്ന് തോന്നുന്നു. പലർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. കാര്യം എന്താണെന്ന് വെച്ചാൽ സുരാജിന്റെ ആക്ടിവിറ്റീസ് കാട്ടുമ്പോൾ ഇവരുടെ പിടിച്ചോർമ്മ കൊടുക്കാൻ നമുക്ക് തോന്നും. ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു സൈക്കോ, ഒരു ക്യാരക്ടർ ചേഞ്ച് ഉണ്ടല്ലോ, അതാണ് ഈ സിനിമ. ഞാൻ ഇവിടെ ഉണ്ട്. അല്ല, അപ്പം ഞാനും സുരാജ് ഒരേ കാറ്റഗറിയിലാണോ? അങ്ങനെയല്ല, എല്ലാം ആരും പെർഫെക്റ്റ് അല്ല. എല്ലാ മനുഷ്യരിലും സൈക്കോ ഉണ്ട്. അത് സാഹചര്യത്തിനനുസരിച്ചിട്ടാണ്. അതങ്ങനെ വരുമ്പോൾ നമുക്ക് കണ്ടു നിൽക്കുന്നവർക്ക് ഇത് സൈക്കോ ചെയ്തു അങ്ങനെ തോന്നുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട്. ഇപ്പൊ ഹൈദർ അലി ഇന്നാല് ഡാൻസ് കണ്ടി, ഇതെല്ലാം പ്രേക്ഷകർ കാണണമെന്നില്ല. എന്തെല്ലാം പാട്ട് പാടുന്നു, തുള്ളുന്നു, ഇതെല്ലാം കാണികൾ കണ്ടുകൊണ്ടിട്ടിരിക്കുകയാണല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയ ലിസ്റ്റിലും ഒരു സൈക്കോ ഉണ്ട്. അതാണ് ഈ വേഷത്തിൽ നിർത്തിയിരിക്കുന്നത്. വേഷം ഇതിനൊന്നൊരു ഞാനിതിന്റെ ടൈറ്റിലിനോട് നീതി പുലർത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ മാത്രമാണ് കുറച്ചുകൂടെ എക്സ്ട്രാ ഡീസന്റ്. ഇപ്പൊ ഗ്രേസ് ഒക്കെ ഇട്ടേക്കുന്നുണ്ടല്ലോ. ഇതെന്ത് പറ്റിയെന്നുള്ളതാണ്. എന്തെങ്കിലും ഗ്രേസ് ശരിക്കും ഇത് കോട്ടിടുന്നതുകൊണ്ട് ഈ പബ്ലിസിറ്റിക്ക് ഇതിന് തന്നെ വന്നത്.
നമ്മളോട് പറഞ്ഞതാ മറ്റേ പ്രൊമോഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും വിളിക്കരുത്, ഇന്ന് പോട്ടല്ലോ. ഇത് ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ചെയ്തതെന്ന് മാത്രം, അല്ലാതെ ബോധപൂർവം ഇങ്ങനെ ഒരു സംഭവം വേണം എന്ന് ഉദ്ദേശിച്ചിട്ടില്ല. ഇതില് ഫെജോയുടെ സോങ്ങിലാണേലും സുരേഷിന്റെ കുറെ ഡാൻസ് മൂവ്സ് നമുക്ക് കാണാൻ പറ്റി. അപ്പൊ അതൊക്കെ എത്രത്തോളം പ്രയാസകരമായിരുന്നു? അതെല്ലാം അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ആ ഡാൻസ് മാസ്റ്ററോട് തന്നെ ചോദിക്കണം. ഒറ്റ തള്ള സൈക്കിളായിരുന്നു സത്യം. കണ്ടില്ല, എനർജി കണ്ടില്ലേ? അങ്ങനെ ചെയ്യിപ്പിച്ച് അദ്ദേഹം വിടും, അദ്ദേഹം പറ്റും. വിക്രമിന്റെ കൂടെ ഞാൻ അതിലും വലുതാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. നിങ്ങൾ പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു പറയില്ല, ഞാൻ അതൊക്കെ മേലെ എന്നാണ് എന്റെ വിശ്വാസം. തിരുത്തില്ലേ, എന്നെ അങ്ങനെ കാണല്ലേ. അല്ല, വിക്രമിന്റെ കൂടെയുള്ള അപ്ഡേറ്റ് എന്താണ്? അപ്ഡേറ്റ് അത് ജാനുവരിയിലാണ് വീര ധീര ശൂര റിലീസ്. നല്ല രസകരമായിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ കൂടുതൽ അപ്ഡേഷനൊക്കെ ഇനിയിപ്പോൾ ഉടനെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വരും. ലിസിൻ ചേട്ടനോട് ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടു, അതായത് 4 മണിക്ക് ED ഷോ വെക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. 4 മണിക്ക് വെക്കുന്നുണ്ടോ? 4 മണിക്ക് വച്ചാക്കുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ നമ്മൾ തന്നെ മനസ്സിലാക്കി അത് കുടുംബം മാത്രമേ കാണൂ. അവരും രാവിലെ വിളിച്ച് ഉണർത്തിക്കൊണ്ട് വരുന്നതിന്റെ ദേഷ്യവും മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞു, ഞാൻ പിള്ളേരെ സ്കൂളിൽ വിടാൻ സമയത്ത് അങ്ങേരിടാം അങ്ങനെ. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരും. എങ്ങനെ ആ വ്യവസ്ഥയല്ല, 4 മണിക്ക് നമ്മുടെ ഷോ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. 4 PM വൈകിട്ട് 4 മണിക്ക് വൈകുന്നേരം, അതെ വൈകുന്നേരം 4. നമുക്ക് അതിന് ശേഷമുള്ള ഷോ മതി. അതുവരെ നമ്മൾ ഇറങ്ങിയ എല്ലാ സിനിമകളും കാണും. അല്ലു അർജുൻ, വിജയ് പോലെയുള്ള താരങ്ങളൊക്കെ വെളുപ്പിന് 4 മണിക്കും സുരാജ് പോലെയുള്ള ആർട്ടിസ്റ്റുകൾ വൈകുന്നേരം 4 മണിക്കും ഷോ എത്തുന്നതാണ്. അത് സുരാജ് ചേട്ടനെ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഡയറക്ടറെ പുള്ളിയുടെ ആത്മകഥയാണിത്, പുള്ളിയുടെ നമ്മുടെ തിരക്കഥാകൃത്തിന്റെ അതാണ് യഥാർത്ഥ സൈക്കോ. ഇതിന്റെ എഴുത്തുകാരനാണ്. അപ്പൊ ഇവരുടെ ആത്മകഥ അവർ തന്നെ വിവരിച്ച് തരുമ്പോൾ നമ്മൾ ഈസി ആയിട്ട് അതിലേക്ക് കയറാനും പറ്റി. കണ്ടുകൊണ്ടിരിക്കല്ലേ. പൈസ കിട്ടുന്നതോടെ ആദ്യം ചെയ്യാന്നിരുന്നു. അല്ല, അത് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ കഥയും കഥാപാത്രം ഇതുവരെ വരാത്തൊരു സംഭവം, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത, എനിക്ക് ആ ക്യാരക്ടറും കഥയും ഭയങ്കര പുതുമയായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അതിൽ വരാനായിട്ട് കാരണം. ഉണ്ട്, അത് കറക്റ്റാണ്. കാരണം കഥ കേൾക്കുന്നത് ഞാനാണ്. ഞാൻ കഥ കേട്ട് ഓക്കെ എല്ലാം പറഞ്ഞ് സന്തോഷം എന്ന് പറയുന്ന പുള്ളിയുടെ കൂടെയുള്ള ആളാണ്. സന്തോഷ് ഏട്ടൻ്റെ ഞാൻ പറഞ്ഞു കഥ കേട്ട്, ഞാൻ നല്ല കഥയൊക്കെ ഒന്ന് ഷെയർ ചെയ്യും. ഷെയർ ചെയ്തിട്ട് പുള്ളി ആ കഥയും കേട്ടിട്ട് ഉടനെ എന്നോട് പറഞ്ഞു, ഇത് ലിസ്റ്റിൻ സാറിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഞാൻ പറഞ്ഞു, എടേ ഞാൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണത്. അല്ല, സാറിന് കൂടെ വരും, അത് വേറൊരു ലെവലെത്തിക്കും എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ കണ്ടല്ലോ ലെവലെല്ലാം. പിന്നെ ഞാൻ കാണുന്ന 2 പ്രാവശ്യം, ഒന്ന് അതിൻ്റെ ഷൂട്ടിംഗ് തീരുന്ന ദിവസവും പിന്നെ എന്താണ്ട് ഈ പ്രസ് മീറ്റിംഗ് ഓഡിയോ പേജിലും കണ്ടു. 3ാമത്തെ വട്ടം. കണക്കുകളൊക്കെ കറക്റ്റായിരുന്ന? അത് കണക്ക് കൂട്ടാൻ അറിയുന്ന ആള് കൂട്ടുമ്പോൾ കറക്റ്റ് ആവും. പക്ഷെ സുരാജ് കൂട്ടുമ്പോ എങ്ങനെയാണ്? ഇവരെങ്ങാനും പ്രൊഡക്ഷൻ കമ്പനിയിൽ ഇവൻ കണക്ക് കൂട്ടി തുടങ്ങിയിരുന്നെങ്കിൽ പഴയ റബ്ബർ ബോട്ടിൽ തന്നെയൊക്കെ തിരിച്ചു പോകേണ്ടി വന്നേനെ. സംഭവം അതിനൊക്കെ ലിസ്റ്റിന് ആളിനെ വെച്ചിട്ടുണ്ട്. കറക്റ്റ് പുള്ളിയുടെ കൂടെ കട്ടക്കി നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ കണക്ക് ഇതുവരെ നോക്കിയിട്ടില്ല. ഒന്ന് റിലീസ് 20-ാം തീയതിയാണ്. നിങ്ങൾ എല്ലാവരും കൂടെ കണക്ക് നോക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരണം. എനിവേ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടിട്ട് ഈ സിനിമ ഒരു വിജയമാകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നലെ ആയിരുന്നു പടത്തിന്റെ സെൻസർ. ഞാൻ സെൻസർ ഓഫീസറുമായിട്ട് പോലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഭയങ്കര പോസിറ്റീവായിട്ട്, കാരണം നമ്മുടെ പല സിനിമകളും നമ്മൾ സംസാരിക്കാറുണ്ട്, പക്ഷെ അദ്ദേഹം വളരെയധികം പോസിറ്റീവായിട്ട് ഈ സിനിമ ഭയങ്കരമായിട്ട് എന്റർടൈനറാണ്. സിനിമ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മ്യൂസിക്കായിട്ട് എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. കൃഷ്ണ ഇതൊരു വിജയിക്കുന്ന സിനിമയായിട്ടാണ് നമുക്ക് തോന്നിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഒരു പുറത്തുനിന്നുള്ള ഒരാൾ കണ്ടപ്പോൾ പറഞ്ഞത്. സിനിമയുടെ പല ആളുകളും കണ്ടിട്ടുണ്ട് കേട്ടോ, പല ആളുകളും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ അതിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്. ചേട്ടനും പൃഥ്വിരാജും തമ്മിലുള്ള കോംബോ നമുക്കറിയാം, എങ്ങനെയാണെന്നുള്ള ഒരു വൈബുള്ള നമുക്കറിയാം.
അത് ഞാൻ ക്രിസ്ത്യാനിയാണ്. അപ്പൊ ഞങ്ങളുടെ ഈ പള്ളിയിൽ കുർബാന തീർന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്, വിസ്തീർണത്തിന്റെ ബലിവിടുന്ന സുസ്തി. അപ്പോൾ അതിൻ്റെ അത് ചെന്ന് അവസാനിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി ഒരു ബലി അർപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാണ്. അപ്പോൾ 20-ാം തീയതി കഴിഞ്ഞ് അത് തീരുമാനിക്കും. ഇനി ഞങ്ങൾ തമ്മിൽ ഒരു സിനിമ ഒരുമിച്ച് ഉണ്ടാവുമോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. രാജുവേട്ടനായിട്ട് ഇനി ഒരു അസോസിയേഷൻ എപ്പോഴാണ് ലിസ്റ്റിൻ ചേട്ടൻ? അപ്പോൾ അടുത്ത വർഷം ഞങ്ങളുടെ 2 സിനിമകളുണ്ട്. ജനഗണമന 2 അത് അതിന്റെ തിരക്കഥ പൂർത്തിയാകുമ്പോഴും. അപ്പൊ മലയാളികളെ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് സുരാജേട്ടനോടാണ്. മലയാളികളെ ഏറ്റവും കാത്തിരിക്കുന്നത് എമ്പുരാനാണ്. എമ്പുരാനിൽ ഒരു റോൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട് സുരാജേട്ടന്. അതെല്ലാം മാർച്ച് 27-ാം തീയതി അറിയാം. ഞാനതിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇന്ന് കോർട്ടിട്ട് നോക്കാം, അതിലും പരിഗണിച്ചിട്ട് അടുത്ത പരിപാടി ഇറക്കാം. ഞാൻ പറഞ്ഞു ഇതാണ് ഇതിന്റെ പബ്ലിസിറ്റിയുടെ ലാസ്റ്റ് പരിപാടി. അപ്പൊ പറഞ്ഞു ഓക്കെ, ഉള്ളത് മതി, എല്ലാവരും പെട്ടെന്ന് തന്നെ. അതൊക്കെ നല്ല ഐഡിയ ആയിട്ട് തോന്നി. നല്ല സാരിയൊക്കെ കൊടുത്ത് ഗംഭീരാക്കി വന്ന ലിസ്റ്റിൽ ചെന്ന് ഒരു പ്രൊഡ്യൂസർ ചെന്നിട്ട് ഇല്ലാച്ച് ഇതെന്നു പറഞ്ഞിട്ട് തട്ടി കൂട്ടി എവിടെ ഇരുന്ന കോട്ട് ഇപ്പോഴും അവരിങ്ങനെ ഇങ്ങനെ ചൊറിയുന്നുണ്ട്. ലിസ്റ്റ് ഒരിക്കൽ എടുത്തോണ്ട് തന്നിട്ട് എന്താ പറഞ്ഞ അറബിക്കഥയുടെ കോട്ടാണെന്ന് ചോദിച്ചു. ഡയറക്ടറിന്റെ അടുത്താണ് സിനിമയിൽ വന്ന് ഇറങ്ങിയാണ്. താങ്കളുടെ പ്രതീക്ഷ വലുതാണ്. മേടിച്ചു കൊടുക്കാൻ പരിപാടിയാണോ? സുരാജേട്ടൻ അവാർഡ് വാങ്ങി കൊടുക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആയിഷയുടെ ഫിലിം ക്രിറ്റിക്സ് അവാർഡായിരുന്നു രണ്ടും, മോണോയ്ക്കും അതുപോലെ തന്നെ ഡെബ്യൂ ഡയറക്ടർക്കുള്ളത്. സുരാജേട്ടൻ ഈ വർഷം ഈ സിനിമ അല്ലാതെ പേഴ്സണലി എനിക്ക് തോന്നുന്നു അതല്ലാതെയും ഗംഭീര പെർഫോമൻസുകൾ നടത്തിയ സിനിമകൾ ഇതിന് മുമ്പുണ്ട്. അതിൻ്റെ ആ പെർഫോമൻസിനേക്കാളും സുരാജേട്ടൻ ഇതുവരെ ചെയ്തിട്ടുള്ള ക്യാരക്ടറിനേക്കാളും ഒക്കെയും അതിനോടൊപ്പമോ അതിന് മുകളിലോ നിൽക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ബിനു. ആ അർത്ഥത്തിൽ നമ്മൾ പറയുന്നത് ശരിയല്ല, കാരണം അവാർഡ് ഒന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. പക്ഷേ സുരാജേട്ടനെ അവഗണിക്കാൻ പറ്റില്ല. ബിനു കൂടി വരുന്നതോട് കൂടിയിട്ട് സുരാജേട്ടൻ്റെ പരിപാടി ഒന്നുകൂടി ഹൈലാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് സനന്ദൻ എന്നാണ്. ബിനു എൻ്റെ ഫാമിലിക്ക് ഒരു ഭയങ്കര ബന്ധമുള്ളൊരു ആളാണ്. അങ്ങനെ ഡീസൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അത്ര ഡീസൻ്റ് അല്ലാതെ തോന്നുന്നു. ബാക്കി 2 ദിവസം ഉള്ള നമുക്ക് സ്ക്രീനിൽ കാണാം. രണ്ടാമത്തെ ഫിലിമാണ്. ഓൾറെഡി നിങ്ങൾ ഗംഭീരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ആ ഒരു എന്താ പറയുക ആരംഭം ഉണ്ട്. അപ്പോൾ വീണ്ടും ഈ സിനിമയിൽ ഒന്നിച്ചപ്പോൾ നിങ്ങൾ കൈനിട്ട് എന്തെങ്കിലും രീതിയിൽ പെർഫോമൻസ് പടത്തിൽ ചെയ്തിട്ടുണ്ട്? എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആണ്? കയ്യിൽ ഒരുപാട് ഇടാനുള്ള അവസരം തന്നിരുന്നു. നല്ല ഫ്രീഡം തന്നൊരു ഡയറക്ടറായിരുന്നു. എസ്പെഷ്യലി നമ്മൾ ഹ്യൂമർ, ഇത് ഡാർക്ക് ഹ്യൂമർ പരിപാടിയും കൂടെയാണ്. ഞാൻ സുരാജേട്ടനോട് മുന്നേ വർക്ക് ചെയ്തത് നാഗേന്ദ്രൻസ് ആണ്. ഹ്യൂമർ ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന കോ ആക്ടർ നമ്മളെ എത്രത്തോളം നമ്മുടെ ക്യാരക്ടറും അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളത്. അത് സുരാജേട്ടൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ എങ്ങനെയാണ് സുരാജേട്ടൻ്റെ അതിനെ ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതൊക്കെ നാഗേന്ദ്രൻസിൽ ഓൾറെഡി കണ്ട് എനിക്ക് പരിചയമുണ്ട്. അതിൽ ഞാൻ ഭാര്യയായിട്ടാണ് അഭിനയിച്ചത്. അതിലെനിക്ക് കിട്ടുന്ന ഫ്രീഡം വേറെയാണ് ആസ് എ ക്യാരക്ടർ. പക്ഷേ ഇതിൽ ഞാൻ സഹോദരിയായിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ആക്ച്വലി ഒരു നമ്മൾ നോർമലി ആസ് എ പേഴ്സൺ നമ്മൾ ഭാര്യ സംസാരിക്കുന്ന പോലെയല്ലല്ലോ സഹോദരി സംസാരിക്കുക. അപ്പം അതിനകത്ത് വരുമ്പം അതിൽ കുറേ വ്യത്യാസങ്ങളുണ്ട്. സുരാജേട്ടൻ നാഗേന്ദ്രൻസിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ മീറ്റർ താഴെയാണ്. ഇതിൽ ബിനുവിൻ്റെ ക്യാരക്ടർ ഈ ഇവിടെയുള്ള എല്ലാ ക്യാരക്ടറിനേക്കാളും മുകളിൽ നിൽക്കുന്ന ഒരു മീറ്ററാണ് ബിനുവിൻ്റെ ക്യാരക്ടറിന്. അപ്പം അങ്ങനെ ഒരുപാട് സിറ്റുവേഷനിലൂടെ പോകുന്ന ക്യാരക്ടറാണ്. അപ്പം എസ്പെഷ്യലി നമുക്ക് കൂടെ വരുന്ന ആക്ടർ നമ്മൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നു അതനുസരിച്ച് നമ്മുടെ ഓരോ ഷോട്ടുകൾ ബെറ്റർ ആവും, ഓരോ സീനുകൾ ബെറ്റർ ആവും, അങ്ങനെ സിനിമ ബെറ്റർ ആവും. എനിക്ക് സുരാജേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡയലോഗ്സും നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും പുള്ളി ഭയങ്കര അവെയറാണ്. ആ സീന് മുഴുവൻ ഏതൊരു ആക്ടർ കൂടെ വന്നാലും അവർ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെയും പറ്റി പുള്ളി ചോദിച്ചറിയും. എല്ലാ കാര്യങ്ങളെയും പറ്റി തലേദിവസം ശ്യാമിനെയൊക്കെ തലേദിവസം വിളിച്ച് ഭീഷണിപ്പെടുത്തും, നാളെ എന്താണ് നീ ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇൻ എ പോസിറ്റീവ് വേ. അപ്പോൾ
അങ്ങനത്തെ ഒരു ഇൻവോൾവ്മെന്റ് സുരാജേട്ടന് എസ്പെഷ്യലി ഈ സിനിമയിലുണ്ടായിരുന്നു. പ്രൊഡ്യൂസറും കൂടിയാണല്ലോ നമ്മൾ. അങ്ങനെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പുള്ളിക്ക് ഒരു അവയർനെസ് ഉണ്ടാവണമല്ലോ. അപ്പം സുരാജേട്ടൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻവോൾവ്ഡ് ആയിരുന്നു ഈ സിനിമയിൽ. അതെല്ലാം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, സമീപകാലത്ത് ഇറങ്ങിയ ചില ഹാസ്യങ്ങളുണ്ട് ചിത്രത്തിൽ. എന്നാലും പഴയ പോലുള്ള ഒരു മുഴുനീള ഫൺ പാക്ക് സിനിമകൾ ഇപ്പോൾ കുറവാണ്. അത് കറക്റ്റാണ്. കാരണം എൻ്റെ അടുത്ത് വരുന്നതിൽ ദി ബെസ്റ്റാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇഷ്ടംപോലെ കഥ കേൾക്കുന്നതാണ്. അപ്പോൾ നമുക്കറിയാം ഒരു നല്ലൊരു ഫൺ ആയിട്ടുള്ള ഒരു ഉഴുതു മറിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്ക്രിപ്റ്റുകൾ ഇപ്പോൾ വളരെ കുറവാണ് അത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ, ഇപ്പോൾ വയലൻസും അങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ്. അതല്ല, അങ്ങനെ മാറി മാറി വരും. ഹ്യൂമറിന് എന്നും നിലനിൽപ്പുണ്ട്. അത് പ്രപഞ്ച സത്യമാണ്. ചിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഏതാ? ചേച്ചിയുടെ എൻ്റെ അമ്മയാണ്. രണ്ടാമത്തെ പടത്തിലാണ് എൻ്റെ അമ്മ ക്യാരക്ടർ. നമസ്കാരം, പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കഥാപാത്രം ബിനുവിൻ്റെ അമ്മയാണ്. ബിനുവിനെ ഏറ്റവും സ്നേഹിക്കുന്ന അമ്മയാണ്. പക്ഷെ പ്രാക്ടിക്കൽ അമ്മയാണ്. അതെന്താണെന്ന് നിങ്ങൾ പടത്തിൽ കണ്ടോളൂ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ കോട്ട് ഇട്ടിരിക്കുന്ന ഈ സംഭവമില്ലേ, ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഈ കോട്ട് തരുമ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഈ സാരിക്ക് ഒട്ടും ചേരുന്നില്ലേ കോട്ട്, വേണ്ട വേണ്ട വേണ്ടെന്ന്. അപ്പോൾ ഗ്രേസ് പറഞ്ഞു, അയ്യോ കോട്ട് വേണ്ട, കോട്ട് ഇവിടുന്ന പോലത്തെ ഡ്രസ്സല്ല ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ദിൽനയും പറഞ്ഞു, അയ്യോ കോട്ട് വേണ്ട കോട്ട് വേണ്ട. കോസ്റ്റ്യൂമർ ഇത് കൊണ്ടു തന്നപ്പോഴാണ് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞത്. അപ്പോഴാണ് ഈ മുഴുവൻ ടീം കോട്ട് ഇട്ടിട്ട് റൂമിൽ കയറി വന്നിട്ട് ലിസ്റ്റ് പറയാൻ തുടങ്ങി. ഇത് നോക്കൂ, നമുക്കൊരു 10 മിനിറ്റ് ഒരു പോസാക്കാൻ വേണ്ടിയിട്ട് ഇതൊരു വാർത്തയാവും, ഇതൊരു ഇതാവും, സംഭവമാണ്. ഇതൊന്ന് ഇടണം, അല്ല നോക്കൂ ഇതൊന്ന് ഇട്ട് നോക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഒരു 10 മിനിറ്റ് ഇട്ടിട്ട് ഒന്ന് മാറ്റിയാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെ ഞങ്ങളെ സമ്മതിപ്പിച്ച് ഇത് ഇടാനായിട്ട് നിർബന്ധിച്ചു. പക്ഷെ ഇതുവരെ ഇട്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കംഫർട്ടബിളായി. സോ ഇങ്ങനെ ഈ സമ്മതിപ്പിക്കാനുള്ള ഒരു കഴിവാണ് ലിസ്റ്റിൻജിക്ക് ഉള്ളത്. അതുകൊണ്ടാണ് അവരുടെ പടങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അയ്യോ, മനോരോഗി അല്ലേ, ചികിത്സിക്കാൻ വന്ന എല്ലാവരും സൈക്യാട്രിസ്റ്റ് ആണ്, എല്ലാവരും എന്താ വൈദ്യന്മാരാണ്. പിന്നെ ആമിർജി ആദ്യമായിട്ട് ഈ പടത്തിനെ കുറിച്ച് ഈ കഥ എനിക്ക് പറഞ്ഞു തരുമ്പോൾ എനിക്ക് പല ചോദ്യങ്ങളുണ്ടായിരുന്നു അങ്ങോട്ട്. എല്ലാ ചോദ്യത്തിനും ഒരു സമാധാനകരമായ ഉത്തരമാണ് എനിക്ക് ആമിർജി തന്നത്. എന്നിട്ടാണ് ഞാൻ ഈ ക്യാരക്ടർ ചെയ്ത് നോക്കാം എന്നാണ് ഞാൻ ഇതിന് സമ്മതിപ്പിച്ചത് പോലും. നന്നായിരുന്നു, വെരി നൈസ് എക്സ്പീരിയൻസ്. ഈ ഇഡി കുടുംബം, ഈ കന്നഡയിൽ ഒരു വാർത്തയുണ്ട്, ഇടി എന്ന് പറയുമ്പോൾ അത് മുഴുവൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇടി കുടുംബം, മുഴുവൻ കുടുംബം കൊള്ളാം. പിന്നെ ഇതിൽ ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, എൻ്റെ കോഫിയിൽ കുറച്ച് എക്സ്ട്രാ ഷുഗർ ഇടണേ, കുറച്ച് എക്സ്ട്രാ പവർഫുൾ ആക്കണേ, എക്സ്ട്രാ കടുപ്പം ഉണ്ടാവണേ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഇത് ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ എക്സ്ട്രാ ഡീസെൻ്റായി. പിന്നെ ഈ സിറ്റിയിൽ കയറി വരുമ്പോൾ തന്നെ ജംബോ എക്സ്ട്രാ സ്പെഷ്യൽ പോസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഒരു മഞ്ഞ കളറിൽ വലിയ പോസ്റ്റേഴ്സ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എക്സ്ട്രാ പോസ്റ്റേഴ്സുമായി അങ്ങനെ ഇത് എക്സ്ട്രാ ഹിറ്റ് സിനിമ ആയിരിക്കണം എന്നാണ് എല്ലാവിധ ആശംസകൾ. താങ്ക് യു. അപ്പോൾ നമുക്കിപ്പം ദിൽനയുണ്ട്.